ട്രോളിംഗ് നിരോധന കാലം അവസാനിക്കുന്നതോടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖല വീണ്ടും സജീവമാവുകയാണ്. എന്നാൽ കണ്ണീരിന്റെ ഉപ്പ് കലർന്ന അനുഭവങ്ങളാണ് കടലിന്റെ മക്കൾക്ക് ഈ കഴിഞ്ഞ വറുതിക്കാലം വി.ഡി. സതീശൻ സർക്കാർ സമ്മാനിച്ചത്. വറുതിക്കാലത്ത് കഴിഞ്ഞ LDF സർക്കാർ നൽകി വന്നിരുന്ന ധനസഹായം മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്തവണ ലഭിച്ചില്ല. ട്രോളിംഗ് നിരോധന സമയം കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ ഇന്നു മുതൽ ഉപജീവനത്തിനായി കടലിലേക്ക് പോവുകയാണ്. ഈ ട്രോളിംഗ് നിരോധന സമയമെന്ന് പറഞ്ഞാൽ ഒന്നാമത് ദുരിതകാലത്തിൻ്റെ സമയം കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ LDF സർക്കാർ നൽകി വന്നിരുന്ന പെൻഷനോ സഹായധനമോ ഇതൊന്നും നൽകാൻ വേണ്ടി ഈ പുതിയ വി.ഡി. സതീശൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ട്രോളിംഗ് നിരോധന കാലം മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലം കൂടിയാണ്. കാലവർഷം കൂടി ശക്തമാകുന്നതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂരിഭാഗം ദിനങ്ങളിലും കടലിൽ പോകാൻ കഴിയാറില്ല. ഇതിനു പുറമെയാണ് കഴിഞ്ഞ LDF സർക്കാർ മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്ന ധനസഹായവും പെൻഷനും ഉൾപ്പെടെയുള്ള പദ്ധതികൾ താളം തെറ്റിയിരിക്കുന്നത്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറി 2 മാസം കഴിഞ്ഞിട്ടും വറുതി ദിവസങ്ങളിലെ കഷ്ടപ്പാടുകളുടെ കഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. അവസ്ഥ ഇപ്പൊ കിട്ടിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാ വർഷവും ഇതേവരെ കിട്ടുന്നത് ഇപ്പൊ കിട്ടിയിട്ടൊന്നുമില്ല. ധനസഹായം കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് ധനസഹായം ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടൽ കുറവ് തന്നെയാണ്. ഇപ്പം ഫിഷർമാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഗവൺമെന്റ് ഒരു ശ്രദ്ധയില്ല. ഈ സാധനം കൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 ലക്ഷം റുപ്യൻ്റെ വര ഇത് കടിച്ച് തീർത്ത് ഇതിൻ്റെ ആനുകൂല്യമൊന്നും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അത് ഫിഷർമാനെ സംബന്ധിച്ചുകൊണ്ട് വലിയ പരാജയമാണ്. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഡീസലിന് സബ്സിഡി ഉണ്ട് എല്ലാ ഫിഷർമാൻക്കല്ലോ. ഈ കേരളത്തിൽ അതില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫിഷർമാൻക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ മൊത്തത്തിൽ കുറവാണ്. കഴിഞ്ഞ LDF ഭരണകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായി ലഭിച്ചുകൊണ്ടിരുന്ന ധനസഹായവും വിദ്യാഭ്യാസ ആനുകൂല്യവും ഉൾപ്പെടെയുള്ളതൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇതിനെതിരെ അടിയന്തര നടപടി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആവശ്യം. കുട്ടികളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട മറ്റുള്ള പഠനോപകരണങ്ങളും മറ്റും വാങ്ങാനും അവർക്കുള്ള ഡ്രസ്സ് വാങ്ങാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് ഇതുവരെ ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. കാലവർഷത്തിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവന് ഭീഷണിയാവുമ്പോൾ കേരള സർക്കാരുകളുടെ പരിസ്ഥിതി മേഖലയിൽ നിന്ന് കിട്ടുന്ന ഉത്തരവിനനുസരിച്ച് പണിക്ക് പോകാതെ നിൽക്കും. അങ്ങനെ പണിക്ക് പോകാതെ നിൽക്കുമ്പോൾ അവർക്ക് നാശനഷ്ടങ്ങൾ, ആ തൊഴിൽ നഷ്ടത്തിൻ്റെ ഒരു ധനസഹായം സംസ്ഥാന സർക്കാർ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ 5000-ആയിട്ടും 3000-ആയിട്ടും മത്സ്യത്തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് അത് കയറിയിരുന്നു. അങ്ങനെ ഒരു പദ്ധതി പോലും അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ UDF സർക്കാരോ അവരാലോചിച്ചിട്ട് പോലുമില്ല. ആയുസിന്റെ 3/4 ഭാഗവും കടലിനോട് മല്ലടിച്ച് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിന്റെ സമുദ്ര സമ്പത്തും തീരവും കുത്തകകൾക്ക് കൈമാറുന്ന നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിച്ച സംസ്ഥാന സർക്കാർ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.